ഈ എറണാകുളത്തെ ക്വീൻസ് ബേ ഇല്ലേ, ക്വീൻസ് ബേ ഊമ്പിളിയാ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാകുന്ന കടകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാ കടകളും ഒഴിപ്പിച്ചു. ഇത് വേറെ ആരണോ ഐ ലവ് കൊച്ചിന്ന്. ഇത് കണ്ടോ, എല്ലാം പൊളിച്ചുകൊണ്ട് പോയി കുറേ. പിന്നെ എല്ലാം അടപ്പിച്ചു. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് പൊളിച്ച് വേറെ ഇതിലും വലിയ സെറ്റപ്പ് കൊണ്ടുവരാൻ പോകാമെന്ന് തോന്നുന്നു. ഏതോ വമ്പൻ ടീം എടുത്തിട്ടുണ്ടെന്ന് ആണ് എൻ്റെ ഒരു സംശയം. ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ പുതിയ തരം കടകളൊക്കെ വരും. അത് കുറേ കൂടെ കൂടുതൽ റെൻറ്റിന് ഇവർക്കിത് കൊടുക്കാൻ പറ്റും. എല്ലാം ടെമ്പററി ഫെസിലിറ്റീസാണ്. കണ്ടാൽ അറിയാം, ഷീറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയതല്ലേ. ഇതിന് വലിയ ചിലവാകത്തില്ല. അപ്പോൾ സ്ഥലം കൊടുക്കുന്നു, പുതിയ ആൾക്കാർ വരുന്നു, കുറച്ചുകൂടി ഇത് കൂടുതൽ വേണമെന്ന് പറയുന്നു. സൗകര്യങ്ങളൊക്കെ വലിയ വലിയ സാധനങ്ങൾ വരാൻ പോവാ. അപ്പോൾ വീണ്ടും ഇവിടെ ആൾ കൂടും. ഇപ്പോൾ ആദ്യം ആളില്ല. വല്ലവരൊക്കെ വന്ന് വീട്ടിൽ നിന്ന് പൊതിയൊക്കെ ചുറ്റി കെട്ടി വന്നിട്ട് വന്നിരിക്കാനേ പറ്റത്തുള്ളൂ. നേരത്തെ അങ്ങനെയല്ലാന്നല്ലോ. ഇവിടെ ഒത്തിരി കടകളും ഐസ്ക്രീമും തട്ടുകടയും മോട്ടലും അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ നടക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇവിടെ നടന്നേക്കാം. ആ സൈഡിലുള്ള ഷോപ്പുകളെല്ലാം പൊളിച്ച്, കണ്ടോ, ഫുൾ പൊളിച്ചടുക്കി.